കെ രമയെ എങ്ങാനും സ്പീക്കറാക്കാൻ UDF തീരുമാനിച്ചാൽ പിണറായി വിജയന് പലപ്പോഴും പതറേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തിൻ്റെ പ്രായം തീർച്ചയായിട്ടും ഈ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഒരു പ്രശ്നമാണ്. അത് VS അങ്ങനെ ആയിരുന്നില്ല എന്ന് ചോദിക്കാം. പക്ഷെ VS അപ്പോഴും യുവാവായിരുന്നു. VSന്റെ ചെറുപ്പം അദ്ദേഹത്തിൻ്റെ നിലപാടുകളും തല നരയ്ക്കുന്നതല്ല എൻ്റെ വാർദ്ധക്യമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിണറായി വിജയന് ഈ വാർദ്ധക്യം ഒരു പ്രശ്നമാണ്. ഒന്ന്, അദ്ദേഹത്തിന് ശാരീരികമായ അവശതകളുണ്ട്, രോഗാവസ്ഥയുണ്ട്, അങ്ങനെ പല ബുദ്ധിമുട്ടുകളുണ്ട്. എങ്കിൽ പോലും ഇപ്പോൾ CPM എടുക്കാൻ കഴിയുന്ന ഒരു നല്ല ഡിസിഷനാണിത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വേറെ ആരാണ് തിരഞ്ഞെടുക്കുക? ഇപ്പോൾ മുഹമ്മദ് റിയാസ്, KN ബാലഗോപാൽ മുൻപ് മന്ത്രിമാരായിരുന്ന രണ്ടുപേർ, അവരെ തിരഞ്ഞെടുക്കുന്നതിനേക്കാൾ നല്ലത് എനിക്ക് തോന്നുന്നത് കുറേ കൂടി സർക്കാരിനെ ഓഡിറ്റ് ചെയ്യാനും സർക്കാരിനെ തിരുത്താനും വിമർശിക്കാനും പിണറായി വിജയൻ തന്നെയായിരിക്കും നല്ലത്. കാരണം അദ്ദേഹത്തിന് 10 വർഷത്തെ അനുഭവ സമ്പത്തുണ്ട്. അവിടെ എന്താണ് നടക്കുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ പതിറ്റാണ്ടുകൾ നീണ്ട രാഷ്ട്രീയ അനുഭവ സമ്പത്തുണ്ട്. പക്ഷേ ഞാൻ മുമ്പിൽ കാണുന്നൊരു പ്രശ്നം അതൊന്നുമല്ല. ഞാൻ മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, സ്പീക്കറായ ആര് വരും എന്നുള്ളതാണ്. കെ രമയെ എങ്ങാനും സ്പീക്കറാക്കാൻ UDF തീരുമാനിച്ചാൽ പിണറായി വിജയന് പലപ്പോഴും പതറേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കെ രമയെ നോക്കി, സർ എനിക്ക് സംസാരിക്കാൻ അനുവാദം തരണം എന്നൊക്കെ പറയുന്ന ഒരു പിണറായി വിജയനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും സങ്കല്പിക്കാൻ കഴിയുന്നുണ്ടെന്ന് എനിക്കറിയില്ല. എനിക്ക് സങ്കല്പിക്കാൻ പറ്റത്തില്ല.